കാലത്തെ തന്നെ നേരം വെളുക്കണല്ലോ ഈശ്വര. ലോകം അവസാനിക്കാറായോ? അങ്ങനെ നാട്ടിലെത്തിയിട്ട് ഏകദേശം ഒരാഴ്ച കഴിഞ്ഞു. രാവിലെ എണീറ്റപ്പോൾ തല പൊന്തിക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അവിടുത്തെയും ഇവിടത്തെയും ടൈം വ്യത്യാസം കൊണ്ട്. എന്നാലും കുഴപ്പമില്ലാത്തൊരു ടൈമിന് ഞാൻ എണീറ്റിട്ടുണ്ടായിരുന്നു. എഴുന്നേറ്റ പാട് റൂമൊക്കെ പെട്ടെന്ന് തന്നെ ക്ലീൻ ആക്കി നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. ഞാൻ ഇവിടെ വന്നാൽ എനിക്ക് മെയിനായിട്ടുള്ള ഒരു ഡ്യൂട്ടിയാണ് ഇതാ ഈ 2 കുരുപ്പുള്ള സ്കൂളിൽ കൊണ്ടുവിടാന്നുള്ളത്. അവരൊക്കെ കൊണ്ടുവിട്ട് വരുന്ന വഴിക്കൊരു ഫാൻസിയിലൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ കാണുന്ന സ്ഥലതാ ഇത് എനിക്ക് വേണ്ടി ഒഴിച്ചിട്ടതാട്ടോ. കാരണം ഇത് ഇന്നെ കൊണ്ടേ ക്ലീൻ ആക്കിക്കലുള്ളൂ. ഞാൻ വരുന്നതും പ്രമാണിച്ചിട്ട് എൻ്റെ അമ്മ നൽച്ചുൾപ്പണിയൊക്കെ നല്ല രീതിക്ക് ചവിട്ടിയിട്ടുണ്ടായിരുന്നു. എനിക്കാണെങ്കിലോ ഓരോ പണിയെടുക്കാൻ തുടങ്ങിയാൽ 5 മിനിറ്റ് ഇതാ ഇതുപോലത്തെ എന്തെങ്കിലും കഴിച്ചുകൊണ്ടൊക്കെ വേണോ റെസ്റ്റ് എടുക്കും വേണം. ഇതും കൂടി കണ്ടപ്പോൾ എൻ്റെ അമ്മക്ക് ഏകദേശം മനസ്സിലായി എന്നെ കൊണ്ട് കൂട്ടിയാൽ ഇത് ഫുള്ളും കൂടില്ല എന്നുള്ളത്. അങ്ങനെ പിന്നെ കിച്ചൺ ഡ്യൂട്ടി ഞാൻ ഏറ്റെടുത്തു. ഞാൻ അവിടെ ഉള്ളപ്പോഴേ എന്നോട് പറയും നാട്ടിൽ വന്നാൽ എൻ്റെ ബിരിയാണി കഴിക്കണം എന്നുള്ളത്. എന്ത് ചെയ്യാൻ, കൊച്ചുങ്ങൾ എന്തെങ്കിലും ആഗ്രഹം പറഞ്ഞാൽ അത് സാധിച്ചു കൊടുക്കണം എന്നാണല്ലോ. പിന്നെ ഒന്ന് നോക്കിയാൽ എൻ്റെ സ്പെഷ്യൽ ബിരിയാണി അവിടെ ഉണ്ടാക്കാൻ തുടങ്ങി. ഞാൻ എടുക്കുന്ന ഓരോ അളവ് അണ്ടിപ്പരിപ്പിൻ്റെ മുന്തിരിൻ്റെ അളവ് കാണുമ്പോൾ എൻ്റെ അമ്മൻ്റെ നെഞ്ഞ് കാളായിരുന്നു. ഓരോന്ന് എടുക്കുന്ന സമയത്ത് ആൾ ഓരോ നോട്ടായിട്ട് ഇങ്ങനെ നോക്കും. ആ നോട്ടത്തിൽ തന്നെ എല്ലുണ്ടായിരുന്നു. ഇവൾ ഇനിയും ഒടിപ്പിച്ചിട്ടേ പോവുള്ളൂ എന്നുള്ളൊരു നോട്ടം. അങ്ങനെ ദമ്മൊക്കെ ഇട്ട് ഞാനൊരു കുളിയൊക്കെ പാസ്സാക്കി വന്നതിന് ശേഷമാണ് ദമ്മ് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നത്. കാണുമ്പോൾ തന്നെ അറിയാലോ എത്രമാത്രം ഉണ്ടാവും എന്നുള്ളത്. ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടോ പറയല്ല. അങ്ങനെ ഫുഡൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോൾ ഞാനും എൻ്റെ കസിൻസും കൂടെ പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ഞാൻ അടുത്ത പാർട്ടാക്കിയിട്ടിടാം കേട്ടോ.